ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിളയും മണിക്കുയിലും എന്ന പാഠം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഹോ, എന്തൊരു ചൂട്, വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയെങ്കിൽ, ഉണങ്ങിയ മാവിൻ ചില്ലയിലിരുന്ന് മണിക്കുയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിള ചീകിയൊതുക്കി വെച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിളയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല, എങ്ങും വറ്റിവരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. താൻ പറക്കാൻ പഠിച്ച നിളയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി, ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിലേ, എവിടെ നിന്നോ ഒരു നേർത്ത നാദം. അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള, പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ, ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ ഒഴുകും വഴിയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. വേനലായാൽ ഈ ചെറുകുഴികളിൽ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നതെന്ന കാര്യം നിനക്കറിയാമോ? അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അപ്പൊ അടുത്തൊരു 2-3 പാരഗ്രാഫ് ഒന്ന് മിസ് പറയാം, അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വായിപ്പിക്കുക, അല്ലേ? അപ്പോ മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും. അപ്പോഴത്തെ ഒഴുക്കിന് എന്ത് ശക്തിയായിരുന്നു! ഇരു കരകളിലും പച്ചപ്പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു, കാടുകൾ വെട്ടി നശിപ്പിച്ചു. മലഞ്ചെരുവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുകി എൻ്റെ അടിത്തട്ടിലെത്തി ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലേക്ക് ഒഴുക്കുന്നു. അല്ലെ, എന്താ മനസ്സിലായത് നിങ്ങൾക്ക് അതില്? എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ എവിടേക്കാ ഒഴുക്കുന്നത്? പുഴയിലേക്ക്, അല്ലേ? ചില തോടുകളിലും കാണാം കുറെ എല്ലാ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന തോടുകളിലാണ് ഇപ്പൊ എല്ലാവരും, അല്ലേ? അപ്പോ നമ്മളെ വെള്ളമൊക്കെ ശുദ്ധി ഇല്ലാതാവുകയാണ്, അല്ലേ? അപ്പോ എന്താ പറഞ്ഞേ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും, മഴയുള്ള സമയത്ത് നിറഞ്ഞൊഴുകും. അപ്പോഴത്തെ ഒഴുക്കിന് എന്ത് ശക്തിയായിരുന്നു! ഇരു കരകളിലും പച്ചപ്പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു, അല്ലേ? ഇതിലത്തെ വെള്ളത്തിന്റെ ഇതുകൊണ്ട് ഇരു കരകളിലും പച്ചപ്പാടങ്ങളും ഉണ്ടായിരുന്നു. ധാരാളം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു, അല്ലെ? ഇന്ന് നമ്മുടെ എങ്ങനെയാ എല്ലാം നെൽപ്പാടങ്ങളൊക്കെ നികത്തി, അല്ലേ? അപ്പൊ നെൽപ്പാടങ്ങളൊക്കെ കുറഞ്ഞു, കാടുകൾ വെട്ടി നശിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു? മലഞ്ചെരുവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുകി എൻ്റെ അടിത്തട്ടിലെത്തി ആഴം കുറഞ്ഞു, അല്ലേ? പുഴയിലേക്ക് കല്ലും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞിട്ട് അതിൻ്റെ ആഴവും കുറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ പുഴയിലേക്കാണ് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെറുതായി വരികയാണെന്നാണ് നിളാനദി പറയുന്നത്. എന്തൊരു കാലം, എൻ്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിൻ്റെ വിലയറിയില്ല. എത്രമാത്രം വെള്ളമാണ് ദുരുപയോഗം ചെയ്യുന്നത്. ദുരുപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാഴാക്കി കളയുന്നത്, അല്ലേ? ദുരുപയോഗം, തെറ്റായ ഉപയോഗം, അതായത് പാഴാക്കി കളയുന്നത്. അപ്പോ ഉപയോഗം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് കേട്ടോ, ദുരുപയോഗം. അപ്പൊ ദുരുപയോഗം ചെയ്യുന്നത് ഇക്കണക്കിന് പോയാൽ കേരളം മരുഭൂമിയായി മാറും. നില തേങ്ങി, അല്ലെ? ഇതേ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? കേരളം ഒരു മരുഭൂമിയായി മാറും, അല്ലെ? വെള്ളമൊന്നും ഇല്ലാതെ മരുഭൂമിയായിട്ട് മാറും. എന്നിട്ട് നിള തേങ്ങി. തേങ്ങുക പറഞ്ഞ എന്താ അർത്ഥം? തേങ്ങുക, കരയുക. തേങ്ങി, കരഞ്ഞു, അല്ലെ? ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി? മണിക്കുയിൽ ആരാഞ്ഞു. മണിക്കുയിലേ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പാട്ട് എത്ര ചേതോഹരമാണ്. ചേതോഹരം, മനോഹരം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്ക് ഇനി കഴിയൂ. അപ്പൊ നാടിനെ രക്ഷിക്കേണ്ട ചുമതല ആർക്കാണ് ഇനി? നിങ്ങൾ വളർന്നു വരുന്ന തലമുറക്കാണ്, അല്ലെ? കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി നാടിനെ രക്ഷിക്കാൻ കഴിയൂ, അല്ലെ? നമ്മുടെ നാട് ഒരു അധപ്പതനത്തിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന
ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം. കേട്ടിട്ടുണ്ടോ പാട്ട്? അതുപോലെ ഇവിടെ വാസം സാധ്യമോന്ന്. അപ്പൊ ഇനി വരുന്നൊരു തലമുറക്കൊന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലെ, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ഇനി വരുന്ന തലമുറ എന്ത് ചെയ്യണം? നന്നാക്കി എടുക്കണം അല്ലേ. എങ്ങനെയെങ്കിലും നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോ ഇതാണ് മണിക്കുയിലിനോട് നില പറയുന്നത്. എന്ത്? മണിക്കുയിലെ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പാട്ട് എത്ര ചേതോഹരമാണ്, എത്ര ഭംഗിയുള്ളതാണ്, എത്ര മനോഹരമാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്ക് ഇനി കഴിയൂ. നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ വെള്ളം പാഴാക്കി കളയരുത്. വെള്ളം ഇനി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും പിന്നെ അല്ലേ. ശരി, അങ്ങനെ ചെയ്യാം. മണിക്കുയിൽ തല കുലുക്കി സമ്മതിച്ചു. അല്പം തെളിനീർ കുടിച്ച് തൻ്റെ കളിക്കൂട്ടുകാരിയോട് വിട ചൊല്ലി യാത്ര പറഞ്ഞു. വിട ചൊല്ലുക, യാത്ര പറഞ്ഞു അല്ലെ. അവൻ പറന്നുയർന്നു. ആര്? മണിക്കുയിൽ പറന്നുയർന്നു. മണിക്കുയിൽ നാട്ടിലെ വിദ്യാലയത്തിലെത്തി. നിളയുടെ വാക്കുകൾ അവൻ ഓർത്തു. ജലമില്ലെങ്കിൽ ജീവനില്ല അല്ലെ. ജലമില്ലെങ്കിൽ എന്താ? നമുക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസവും 2 ദിവസവും അല്ലെങ്കിൽ ഒരു 10 ദിവസവും നമുക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും അല്ലെ, വെള്ളം കുടിക്കാനില്ലെങ്കിൽ. ഇപ്പൊ നല്ല ദാഹിക്കുന്ന നമ്മൾ ചിലപ്പം വേണമെങ്കിൽ എന്നാ നല്ല വെള്ളം ഒന്നും നോക്കില്ല അല്ലെ, പൊട്ട വെള്ളമായാലും എടുത്തു കുടിക്കും. അത്രയും ദാഹം നമുക്ക് ദാഹിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ജലമില്ലെങ്കിൽ എന്തില്ല? ജീവനില്ല എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കണം. അവൻ ഒരു പുതിയ ഗീതം പാടി. എന്താ പാട്ട് പാടിയത്? അതാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ നാടിൻ രക്ഷയ്ക്കായി, നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. പുഴയും തോടും നിലനിർത്താൻ, കാടും മലയും കാത്തിയിടാൻ നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. അല്ലേ? എന്താ പറഞ്ഞത്? നമ്മുടെ നാടിന്റെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാം രക്ഷ അല്ലെ, നമ്മുടെ നാടിന്റെ രക്ഷയാണ് നമ്മുടെ എല്ലാം രക്ഷ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾക്കൊന്നായി അണിചേരാം അല്ലെ, ഒറ്റക്കെട്ടായി നിൽക്കാം. പിന്നെയോ നമ്മൾക്കൊന്നായി കൈകോർക്കാം. പുഴയും തോടും നിലനിർത്താൻ, പുഴ വേണം, തോട് വേണം ഒക്കെ അല്ലെ, എന്നാലേ വെള്ളം ഉണ്ടാവുള്ളൂ. അതുപോലെ കാടും മലയും കാത്തിടാൻ, കാടും മലകളും മരങ്ങളും ഒക്കെ വേണം. കാത്തിടാൻ എന്ത് വേണം? നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. അങ്ങനെയുള്ള പാട്ട് ആര്? മണിക്കുയിൽ പാടി അല്ലേ. അപ്പൊ ആ പാഠം അത്രേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ മക്കളെ? കാര്യമായിട്ടൊന്നുമില്ല, വലിയ ടഫ് വേർഡ് ഒന്നുമില്ല അല്ലേ. അപ്പോ ഓക്കേ, വായിക്കാനുള്ളത് അല്ലേ, ഒരുപാട് പേര് വായിക്കാനുണ്ട്. ആദിദേവ് സ്റ്റാർട്ട് ചെയ്തോ. ഹോ, എന്തൊരു ചൂട്! വല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയെങ്കിൽ. ഉണങ്ങിയ മാവിൻ ജില്ലയിലൊരുന്ന് മണിക്കുയിൽ വിചാരിച്ചു. ഒരിടത്തും ഒരിറ്റു വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിള, ചീകിയൊതുക്കി വെച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിലയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടങ്ങൾ കാണുന്നില്ല. എങ്ങും വറ്റി വരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ, അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ.
അവയൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. താൻ പറക്കാൻ പഠിച്ച നിലയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി. ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിലേ, എവിടെ നിന്നോ ഒരു നേർത്ത നാദം അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള. പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ കുഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. നിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ആദിദേവേ മതി. അടുത്ത സിനാൻ ഒന്ന് വായിച്ചേ മോനെ. ഇപ്പം വായിച്ചു നിർത്തിയെടുത്തിന്. സിനാൻ കണ്ടില്ലേ വായിച്ച് എവിടെ നിർത്തിയതെന്ന്? ഇല്ല, വായിച്ചത് കണ്ടില്ലേ? ഇപ്പൊ എവിടം വരെ വായിച്ചൂന്ന്? ഇവിടെയല്ലേ ശ്രദ്ധിക്കുന്നപ്പോ? ഓക്കെ, ഏത് പേജ് നമ്പർ 51. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? നിങ്ങൾ വായിക്കുമ്പോ കൃത്യമായി ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ഇടയിൽ നിന്ന് വായിക്കാൻ പറയും. കണ്ടോ? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. 1 2 3 4 നാലാമത്തെ പാരഗ്രാഫ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ചുട്ടുപൊള്ളുന്ന. ഓക്കെ, വായിച്ചോ. കഷ്ടം, നീ എങ്ങനെ ഈ വിധത്തിലായി? മണിക്കുയിൽ സങ്കടത്തോടെ ചോദിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലില് ഞാനൊക്കെ തളർന്നു പോയി. ഞാൻ ഒഴുകും വെയിലെ മണൽ മുഴുവൻ ആരൊക്കെയോ വാരിയെടുത്തു. ഈ ചെറു കുഴികൾ മാത്രമായി ഞാൻ ഒതുങ്ങുന്നു. പണ്ട് ഞാൻ എത്ര പ്രതാപത്തോടെയാണ് ഒഴുകിയിരുന്നതെന്ന കാര്യം നിനക്കറിയാമോ? മഴക്കാലത്ത് ഞാൻ നിറഞ്ഞൊഴുകും. അപ്പോൾ അത് ഒഴുക്കിന് എന്തു ശക്തിയായിരുന്നു! ഇരു കരകളിലും പച്ച പാടങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്നതും ഞാൻ തന്നെ. ഇന്ന് നെൽപ്പാടങ്ങൾ കുറഞ്ഞു. കാടുകൾ വെട്ടി നശിപ്പിച്ചു. മലഞ്ചെരിവുകളിൽ നിന്നും മണ്ണും കല്ലും ഒഴുക്കി എന്റെ അടിത്തട്ടിലെത്തി. ആഴം കുറഞ്ഞു. എല്ലാ മാലിന്യങ്ങളും മനുഷ്യർ
കൊയ്ക്കുന്നു. എന്തൊരു കാലം, എന്റെ കഷ്ടകാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെള്ളത്തിന്റെ വിലയറിയില്ല. എത്രമാത്രം വെള്ളമാണ് ദുരുപയോഗം ചെയ്യുന്നത്. ഇക്കണക്കിന് പോയാൽ കേരളം മരുഭൂമിയായി മാറും. നിലം തേങ്ങി. ഓക്കെ സേറ, അടുത്തത് സേറ വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തേ സേറ. എവിടം വരെ ഇപ്പൊ സിനാൻ വായിച്ചത്? അതുണ്ടാകാതിരിക്കാൻ എന്ത് എന്താ ഇത്? എന്താണ് വഴി? എന്താണ് വഴി? മണിക്കുയിൽ മണിക്കുയിൽ ആരാഞ്ഞു. ആരായുക പറഞ്ഞാ ചോദിക്കുക. ആരാഞ്ഞു. ആരാഞ്ഞു. മണിക്കുയിലെ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ പാട്ട് എത്ര ചേതോഹരമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. നാടിനെ രക്ഷിക്കാൻ ഭാവി തലമുറയ്ക്ക് ഇനി കഴിയൂ. നീ പുതിയ പാട്ടുകൾ പാടി അവരെ ഉണർത്തണം. വെള്ളത്തിന്റെ വില അവരെ ബോധ്യപ്പെടുത്തണം. സേറ ഇങ്ങനെയൊന്നും വായിച്ചാ പോരാ. ഈ പാഠം മുഴുവനും നല്ല നീറ്റിൽ വായിച്ച് നിനക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് സെൻഡ് ചെയ്യണം 5 മണിക്ക് മുന്നായിട്ട്. ഓക്കെ. നെക്സ്റ്റ് ദേവാഞ്ജന. ഫസ്റ്റ് തൊട്ട് വേണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ട്. നിളയുടെ വാക്കുകൾ അവൻ ഓർത്തു. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കണം. അവൻ ഒരു പുതിയ ഗീതം പാടി. ഇവിടുന്നാണോ ദേവാഞ്ജന സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോ നമ്മൾ നിർത്തിയത് എവിടുന്നാ? ബോധ്യപ്പെടുത്തണം. വില അവരെ ബോധ്യപ്പെടുത്തണം എന്ന് വരെ വായിച്ചുള്ളൂ. ലാസ്റ്റ്
2 പാരഗ്രാഫ് ഉണ്ട് അവിടെ. കണ്ടോ? ശരി, അങ്ങനെ ചെയ്യാം. അവിടുന്ന് മുതൽ വായിക്കണം. ശരി, അങ്ങനെ ചെയ്യാം. മണിക്കുയിൽ തല കുലുക്കി സമ്മതിച്ചു. അല്പം തെളിനീർ കുടിച്ച് തന്റെ കളിക്കൂട്ടുകാരിയോട് വിട ചൊല്ലി അവൻ പറന്നുയർന്നു. മണിക്കുയിൽ നാട്ടിലെ വിദ്യാലയത്തിലെത്തി. നിളയുടെ വാക്കുകൾ അവൻ ഓർത്തു. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന സന്ദേശം കുട്ടികളെ എത്തിക്കണം. അവൻ ഒരു പുതിയ ഗീതം പാടി. കൂ 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 കൂ. നമ്മുടെ നാടിൻ രക്ഷയ്ക്കായി, നമ്മുടെ എല്ലാം രക്ഷയ്ക്കായി നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. പുഴയും തോടും നിലനിർത്താൻ, കാടും മലയും കാത്തിടാൻ നമ്മൾക്കൊന്നായി അണിചേരാം, നമ്മൾക്കൊന്നായി കൈകോർക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരോൺ. നിളയും മണിക്കുയിലും. എന്തൊരു ചൂട്, അല്ലാതെ ദാഹിക്കുന്നു. അല്പം തെളിനീർ കിട്ടിയിരുന്നെങ്കിൽ. ഉണങ്ങിയ മാവിൻ ചില്ലയിലിരുന്ന മണിക്കുയിൽ വിചാരിച്ചു, ഒരിടത്തും കുടിച്ച വെള്ളമില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. കൊടും വേനലിലും കുടിനീർ നൽകിയ പ്രിയപ്പെട്ട നിള ചീകിയൊതുക്കി വച്ച ചിറകുകൾ മെല്ലെ വിടർത്തി നിളയുടെ തീരത്തേക്ക് മണിക്കുയിൽ പറക്കാൻ തുടങ്ങി. പഴയ പച്ചപ്പാടകൾ കാണുന്നില്ല. എങ്ങും വറ്റ വിരണ്ട ഭൂമി മാത്രം. അങ്ങിങ്ങായി വലിയ കുഴികൾ. അവയ്ക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന മണൽത്തിട്ടകൾ. അവയിലൊന്നിൽ മണിക്കുയിൽ പറന്നിരുന്നു. താൻ പറക്കാൻ പഠിച്ച നിളയുടെ തീരമാണോ ഇത്? മണിക്കുയിലിന് സംശയമായി. മണിക്കുയിൽ പഴയ പാട്ടൊന്നു പാടി. ചുറ്റും നോക്കി. ഇല്ല, ആരും കേൾക്കുന്നില്ല. മണിക്കുയിലെ, ഇവിടെ നിന്നോ ഒരു നേർത്ത നാദം അവൻ കാതോർത്തു. ഇത് ഞാൻ തന്നെയാണ്, നിന്റെ നിള. പേരാറെന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ. ഈ ചെറിയ പൊഴിയിലെ ഇത്തിരി വെള്ളമായി ഞാൻ ചുരുങ്ങിപ്പോയി. ഓക്കെ മോനെ, സമയം കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? കുറേ ആള് വായിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ എല്ലാവരെയും വായിപ്പിക്കാനുണ്ടത്. അതിനു മുമ്പേ നിങ്ങൾ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വായിക്കരുത്, നല്ലപോലെ വായിക്കണം. എന്നിട്ട് ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഒരു ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്യണം. നല്ല വൃത്തി വായിച്ച്. ഇന്ന് വായിച്ചവരും വായിക്കാത്തവരും ഒക്കെ. ഓക്കെ, ബൈ. See you. Bye. അല്ല, പേഴ്സണല്. ഓക്കെ, എല്ലാവരും ഇടണം. ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തവരെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരില്ലെങ്കിൽ ഞാൻ വിളിക്കും. ഓക്കെ.